ശേലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്റെ നാമത്തെ പ്രതി ക്രിസ്തു ശിഷ്യന്മാർക്ക് ഏറ്റെടുക്കേണ്ടി വരാൻ പോകുന്ന സഹനങ്ങളെ കുറിച്ചാണ് നമുക്കൊരു സൂചന നൽകിയത്. ഇവിടെ ഈശോ പറയുന്നുണ്ട്, അവര് നിങ്ങളെ പീഡിപ്പിക്കും, അവര് നിങ്ങളെ നാടുവഴികളുടെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ നിർത്തും. ആ സമയത്ത് നിങ്ങൾ പേടിക്കണ്ട, ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുകയാണ്. അതായത് നിങ്ങളുടെ പീഡനങ്ങളുടെ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുകയാണ്. ഈ സഹനങ്ങളെ എന്ന പോലെ ക്രിസ്തുവിനെ പ്രതിയുള്ള മറ്റ് സഹനങ്ങളെയും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെ പറ്റി ലേഖനഭാഗത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ ആരും ഏർപ്പെടുന്നു. ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിനോട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കില്ല. അതായത് ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ വരുമ്പോൾ ഈ സഹനങ്ങളിലായിരിക്കരുത് നമ്മുടെ ഫോക്കസ്, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഫോക്കസ് ആണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഈ ബന്ധത്തെ ബാധിക്കുകയില്ലെന്ന് പറയുകയാണ്. ഇത് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഈ അധ്വാനമൊന്നും നമ്മുടെ ഈ ബന്ധത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. മക്കളോട് അല്ലെങ്കിൽ മകനോട് നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള സ്നേഹമുണ്ട്, അവന് വേണ്ടി മാരകമായ മുറിവേറ്റിട്ട് പോലും നിങ്ങൾ അവന് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഈ അധ്വാനമൊന്നും ഈ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. മക്കളെ പ്രതിയുള്ള സഹനങ്ങള് മക്കളുമായിട്ടുള്ള ആ സ്നേഹവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ സഹനങ്ങളൊന്നും സഹനങ്ങളെ അല്ലാതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇത് തന്നെയാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആര് നമ്മളെ വേർപ്പെടുത്തും. എത്ര വലിയ പീഡനം പട്ടിണിയോ നഗ്നതയോ ആപത്തോ വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതായത് ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുകയാണ്. ഈ ഒരു മനോഭാവത്തോട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.